ഹലോ ഗായ്സ്. ഇന്നത്തെ എൻ്റെ യാത്ര എങ്ങോട്ടാണെന്നോ? ക്രിസ്മസ് മാർക്കറ്റിലോട്ടാണ്. ഒന്നല്ല 2 മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. കാരണം അതിലൊരെണ്ണം ഫ്ലോപ്പായി പോയേ, അതുകൊണ്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയിലെ ഒന്നായ ഹൻസ് പ്ലാറ്റ്സിലെ, അതായത് ഡോട്ട്മുണ്ടിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കാണാനാണ്. ഈ ക്രിസ്മസ് ട്രീക്ക് ഏകദേശം 45 മീറ്റർ ഉയരമുണ്ട്. ഏകദേശം 1700 വരെ ഒറിജിനൽ സ്പ്രൂസ് മരങ്ങൾ ഉപയോഗിച്ചാണ് ഈ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചേക്കുന്നത്. ഇവിടെയാണെങ്കിൽ 100-ൽ കൂടുതൽ ഷോപ്സും അതിലുപരി ഒരുപാട് ഫെസ്റ്റിവൽസും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഒരു മഴ കാരണം എല്ലാ പ്ലാൻസും പൊളിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങളൊന്നും നോക്കിയില്ല, ഒരു മന്തി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഗൈസ്, ഞാൻ ഇവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. ഞാൻ നേരെ അടുത്ത ക്രിസ്മസ് മാർക്കറ്റ് പിടിച്ചു. അത് നമ്മുടെ ജർമ്മനിയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ വെസ്റ്റ്ഫീൽഡ് സെൻട്രോയിലാണ്. അവിടെ നടത്തുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റിലാണ് ഞാൻ പോയത്. അവിടെ ലൈറ്റ്സ് ആൻഡ് ഡെക്കറേഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് ഷോസ് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള വുഡൻ ക്രാഫ്റ്റ്സ് ഒക്കെ ഇവിടെ വളരെ ഫേമസ് ആണ്. കാരണം 100 വർഷത്തോളമായി ഇവർ ഇതുപോലത്തെ വുഡൻ ക്രാഫ്റ്റ്സ് നിർമ്മിച്ചു വരുന്നു. വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു സാധനമുണ്ട്, അതാണ് ബ്രാറ്റ് വോർസ്റ്റ്. പിന്നെ ഈ ഗ്ലൂ വൈൻ്റെ ബോർഡ് കണ്ടപ്പോൾ കുടിക്കാതിരിക്കാനും തോന്നിയില്ല. കുടിച്ചു, പക്ഷേ അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. ക്രിസ്മസ് മാർക്കറ്റിനെ പോലും വെറുതെ വിടാതെ ദാണ്ടെ നമ്മുടെ ഒരു ഇന്ത്യൻ മയം ഇവിടെയും ഞാൻ കണ്ടു. ക്രിസ്മസ് ടൈം എന്ന് പറയുന്നത് ഒരു ടൈം ഓഫ് ഹോപ്പ് ആണല്ലേ. അന്നേരം ഇവർ വിചാരിക്കുന്നത് ക്രിസ്മസ് ലൈറ്റ്സിൻ്റെ കീഴിൽ നമ്മളൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിങ് ഇയറിൽ നമുക്കത് നല്ലൊരു ലക്ക് കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ അങ്ങനെയാ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നേ, ചിലപ്പോൾ നടന്നാലോ. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ.